ദേവദാസ സമ്പ്രദായമാണ് മനസ്സിലാക്കുന്നത്. സേതുലക്ഷ്മി നമുക്കാക്കിയത് ലക്ഷ്മിബായി ആണ് മനസ്സിലാക്കിയ ദേവദാസ സമ്പ്രദായം. അടുത്ത ക്വസ്റ്റ്യൻ, വൈനേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാക്കളാനന്ദ എന്ന പേര് നൽകിയതായി. ദേവത്ര വാക്കളാനന്ദ കേട്ടിട്ടുണ്ട? രാമീത് പഠിച്ചല്ലേ? ഓർമ്മ വരില്ല. ദേവത്ര വൈക അറിയില്ല. ഓഡിയൻസ് ഇല്ല. ബ്രഹ്മാനന്ദ ശിവയോഗി. ഇത് കിട്ടുന്ന ചോദ്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആർക്കാണ്? വൈകിക്കാണ്. വൈക ആൻസർ പറഞ്ഞു. വേഗം കിട്ടുന്നതാണ്. സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലം. സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലം പാസ്. ചെറായി. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേവത്ര വിദ്യാപോഷണി എന്ന സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകൻ. റോങ് ആൻസർ. വിദ്യാപോഷണി എന്ന സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകൻ. സോറി, അതല്ല. ഓഡിയൻസ് പ്ലീസ്. സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വൈകിക്കാണ് അല്ലേ? നാമവശൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം ബുധൻ എന്ന ശ്രീനാരായണ ഗുരുവിനെ ക്ഷണിച്ച കവി. രണ്ടാം ബുദ്ധൻ എന്ന് ക്ഷേപിച്ച കവി ശ്രീനാരായണനെ ക്ഷേപിച്ചു. പാസ്. അറിയില്ല. ഓഡിയൻസ് പഠിക്കില്ലേ? ജി ചങ്ങരക്കുറുപ്പ്. അവനാത്മസുഖത്തിനാചരിക്കുന്നവ അവരുടെ സുഖത്തിനായി വരയണം എന്നത് ഏത് കൃതിയിലെ വരികളാണ്? ശ്രീനാരായണൻ പറഞ്ഞത് അത് ഏത് കൃതിയിലാണ്? ഏത് പുസ്തകത്തിൽ നിന്നാണ്? ആത്മോപദേശ ശതകം. പാസ് മാർക്കാണ്. ആരോഗ്യ പറയാൻ. ഓക്കെ, അടുത്ത ആൾക്കാർ പഠിച്ചോട്ടാത്. ശ്രീനാരായണ ഗുരു തപസ്സ രക്ഷിച്ച മരുന്നമലയിലെ ഗുഹ. അരുവിപ്പുറ. അതല്ല, ഗുഹയുടെ പേരാണ് പറയുന്നത്. കന്യാകുമാരിയിലാണ് ഗുഹ. വൈക പാസ്. ദേവത്ര പാസ്. ഓക്കെ, പള്ളിത്തറ ഗുഹ. അല്ല, സോറി, പിള്ളത്തറ ഗുഹ. ജാതിഭേദം മതദ്വേഷം ഭേദമില്ലാതെ സകൽ സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എവിടെ? ക്ഷേത്രഭിത്തിയിൽ. അല്ലേ? വെരി ഗുഡ്. റൈറ്റ് ആൻസർ. ക്ലാസ്. ഏറ്റവും ക്ലോസ് ഞാൻ വൈകിക്ക് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. നേരത്തെ ചോദിച്ചതാണ്. ശരി, റൈറ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അഷ്ടഭുജാകൃതിയിലെ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം.
ഏ? ശിവഗിരി ശിവഗിരി ആണ്. അതെന്താണ്? ശിവഗിരി ശാരദാമഠം. ശിവഗിരി ശാരദാമഠം. അപ്പൊ ഓക്കെ, അത് വൈകിട്ട് മാത്രമേ ഇനി ടോപ്പിക് മാത്രം പറയുള്ളൂ. അപ്പോ ദേവചിത്രയ്ക്ക് വൈകിക്കും 3 ആ ഈക്വൽ ഈക്വൽ കൈ ക്വസ്റ്റ്യൻ ഉണ്ട്. ആരാദ്യം ആൾക്കാരെ ആൻസർ കേട്ടാ ആർക്കും പറയാം. ആദ്യം വേണം. കൊച്ചി കായ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. കൊച്ചി കായ സമ്മേളനം കൊച്ചി കായ സമ്മേളനം രണ്ടുപേരും തെറ്റാണ്. ആൻസർ പണ്ഡിറ്റ് കറുപ്പൻ. ഓക്കെ. ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം. ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം. കറക്റ്റാണ്. പക്ഷെ ഏത് സ്ഥലം പറയാൻ പറ്റും കറക്റ്റ് ആയിട്ട്? കന്യാകുമാരിയല്ല, തിരുവനന്തപുരത്ത് എവിടെയാണ് പറഞ്ഞത്? കേട്ടോ ഇല്ല. അപ്പൊ നമുക്ക് തിരുവനന്തപുരം എന്ന് പറഞ്ഞു കൊടുക്കാം. തിരുവനന്തപുരം ജില്ലയിലാണ് കണ്ണമ്പൂര എന്നുള്ള സ്ഥലത്ത്. അപ്പൊ ജയിച്ചതായി ഡിക്ലർ ചെയ്യുന്നു ആരനെ? ദേവപുത്ര. ഒന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ്. ഓക്കെ. ദേവപുത്രയോ? അതാണ് വൈഗ. വൈഗ ദേവപുത്ര ഈസ് കോമ്പറ്റിംഗ് ടീച്ചർ. ഭയങ്കര കളിയാണവര് അല്ലെ? മത്സരത്തിലെ മത്സരാർത്ഥികളാണ്. നല്ല വാശിയോട് കൂടിയുള്ള മത്സരമാണ് നടത്തുന്നത്. വൈകിയും ദേവപുത്രയും. ദേവപുത്ര ഹരിജനോദ്ധാരണ ഫണ്ടിലെ കേരളത്തിലെത്തിയ മഹാത്മാഗാന്ധിക്ക് സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയ പ്രശസ്ത വനിത. ആ ടീച്ചറിന്റെ കണ്ണൂരിലെ ടീച്ചറാണ്. വേറെ പറയുന്നത് ആദ്യം പറയട്ടെ. അത് കഴിഞ്ഞ ഈ രണ്ടാമത്തെ ടീം കിട്ടിയില്ലേ ഓഡിയൻസിനുള്ളോട്ടാ. ടീച്ചറുടെ പേര് പറയും. പേര് ഓർക്കില്ല. ഇപ്പൊ പാസിയല്ലേ? അറിയില്ല. ഓഡിയൻസ് കൗമുദി ടീച്ചർ. വെരി ഗുഡ് ആൻസർ. ഓഡിയൻസിൽ നിന്ന് വളർത്തുന്ന കൗമുദി ടീച്ചറെ ഇരിക്കുന്നു. അപ്പൊ സ്പെഷ്യൽ പ്രൈസ് എന്താ? ഓഡിയൻസിലെ ഏറ്റവും കൂടുതൽ ഉത്തരമുള്ള ആരാ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷേത്രപ്രവേശനങ്ങൾ അങ്ങനെ പുറപ്പെടുവിച്ച ഭരണാധികാരി. റോങ് ആൻസർ. പാസ്. ഓഡിയൻസ് ഈ ചോദ്യം റിപ്പീറ്റഡ് ചോദ്യമാണ്. കുട്ടികൾക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾ ഉത്തരം ശ്രദ്ധിക്കുക. ഉത്തരം ചോദ്യം പഠിക്കട്ട. തിരുനാളൊന്നല്ല. ഓക്കെ പാസ്. നമുക്ക് ഉത്തരം പറയാം. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. ബാലരാമവർമ്മയൊക്കെ പറഞ്ഞത് തിരുനാളെന്നല്ല പറഞ്ഞേ. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആകെ എത്ര ചോദ്യമുള്ളത് ഇവർക്ക്? ഓക്കെ. അല്ല അവർക്ക് പറഞ്ഞിട്ടില്ല. 18. വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എത്ര മാസം നീണ്ടുനിന്നു? വെരി കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. പാലിയം സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം ഏത്? പറയൂ. പാലിയം സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം. അവിടെ ഒരു യൂതാപടിയുണ്ട്. ചെറായില്ല. ജില്ലയിലേക്ക്
ജില്ലയിൽ നിന്ന് ജില്ലയിലേക്ക് എത്തിയിരുന്നത്. അവിടെ തന്നെയാണ് നടന്നത്. ബാല്യം സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം. അവന് ഐസ്ക്രീം ഓഡിയൻസ് പ്ലീസ്. ഓഡിയൻസിന് കിട്ടിയ ചേന്നമംഗലം കേട്ടിട്ടുണ്ട? ചേന്നമംഗലം അങ്ങനെ പറഞ്ഞത് വീട്ടിൽ തിരുവിതാംകൂർ ഭരണാധികാരിയായ ഭരണാധികാരി ഐസ്ക്രീം 1937 തിരുവിതാംകൂർ ഭരണാധികാരിയാണ് വൈകുണ്ഠസ്വാമിയെ ജയിലിലടച്ചത്. ആ തിരുവിതാംകൂർ ഭരണാധികാരിയുടെ പേര് എത്ര കുട്ടികൾ? വൈക 10 കുട്ടികൾ അല്ലേ? അപ്പൊ ഒരു 12 കൂടുതൽ വാങ്ങിക്കും കുട്ടികൾ. പാസ്സാണോ? പാസ്. വെരി ഗുഡ്. പൈസ വേണം. അപ്പോ 2 ആൻസർ പറഞ്ഞിട്ട് ഓഡിയൻസിന്റെ ഭാഗത്ത് 2 ആൻസർ വന്നിട്ടുണ്ട്. മൂന്നായി. ആയിരത്തി 1917 ചെറായി സഹോദര സംഘം സ്ഥാപിച്ചത് ആരാണ്? വൈകനടാ വൈക അല്ല സഹോദരനായി അതല്ലേ കണ്ടില്ലേ? സഹോദരനായി. പക്ഷെ അത് ആൻസറില്ല. പക്ഷെ പാസ് ചെയ്തില്ല. പാസ് ചെയ്ത് വന്നാലല്ലേ? ഓക്കെ. നാനു ആശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗുരു. വെരി ഗുഡ്. കറക്റ്റ് ആൻസർ. ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി. റോങ് ആൻസർ. ജി ശങ്കരൻ കൂടെ പറഞ്ഞു. പാസ് നോക്കാര വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയതാരെ? ബ്രഹ്മാനന്ദ ശിവയോഗി. കറക്റ്റ് ആൻസർ. ക്ലാപ്പ്. സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലം? പ്രകേഷ്. കൊടുങ്ങല്ലൂർ അടുത്താണ്. കൊടുങ്ങല്ലൂരെ മുസ്ലിംസിലെ നമുക്ക് കാണാൻ സഹോദരൻ അയ്യപ്പന്റെ മ്യൂസിയം കാണാൻ പറ്റും. സഹോദരൻ അയ്യപ്പന്റെ ജന്മഗ്രഹം കാണാൻ പറ്റും. സഹോദരൻ അയ്യപ്പന്റെ ലൈബ്രറി അവിടെയുണ്ട്. പാസ്. ചെറായി എറണാകുളം. കൊടുങ്ങല്ലൂരിന്റെ അറ്റത്താണ് വരുന്നത്. എറണാകുളം ജില്ലയിലാണ് ചെറായി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ആത്മാർക്കാണ് കാണുന്നത്. പാസ് മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തിരുവിതാംകൂർ ഈഴവ മഹാസഭ സ്ഥാപിച്ചതാരാണ്? വെരി റൈറ്റ് ആൻസർ. ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് 1837 വൈകുണ്ഠസ്വാമിയെ ജയിലിലടച്ചത്? ഏത് തിരുവിതാംകൂർ ഭരണാധികാരി? തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് പറയുമ്പോ അറിയാലോ, ഏതെങ്കിലും രാജാവായിരിക്കും അല്ലേ? 1837 വൈകുണ്ഠസ്വാമിയെ ജയിലിലടച്ചത്? സ്വാധീനാണ്. റൈറ്റ് ആൻസർ. ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി? ശ്രീ തിരുനാൾ ബാലരാമവർമ്മ. വെരി റൈറ്റ് ആൻസർ. വൈക്കം സത്യാഗ്രഹം എത്ര മാസം നീങ്ങുന്നു? പോരാ.
പോരാ. പാസ്. 20 മാസം നീക്കുന്ന സത്യാരായിരുന്നു വൈക്കം സത്യാരാമം. ഒരു കൊല്ലത്തിൽ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഭാഗ്യം സത്യാഗ്രഹത്തിൽ വേദിയായ സ്ഥലം ചേന്നമംഗലം. റൈറ്റ് ആൻസർ. അത് ഞാൻ പഠിക്കാം. അപ്പൊ കിടന്നുറങ്ങി. തനിക്ക് 10 മാർക്ക്. എത്രല്ലേ? 24. അതില് അവിടെ 1 മാർക്ക്. ഒരു അപ്പൊ ഫസ്റ്റ് കിട്ടിയാളെന്ന് എഴുതിയിരുന്നേ. ആ ഫസ്റ്റ് കിട്ടിയ ആൾക്ക് 10 മാർക്കാണ് കിട്ടിയിരുന്നത്. എല്ലാവരും നന്നായി ക്ലാപ്പ് ചെയ്യുക. അടുത്ത ആള് സെക്കൻഡ് കിട്ടിയ ആള് പ്രകേഷ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തു. നല്ല സ്ട്രോങ് ആയിട്ട് ക്ലാപ്പ് കൊടുത്തു. കപ്പറ്റല്ലേ 2 മതി അല്ലേ? അപ്പൊ 2 സമ്മാനം. യെസ്, പഠിക്കൂ പഠിക്കൂ പഠിക്കൂ. പാട് പഠിക്കും. നല്ല മൈക്ക് പിടിച്ച് പഠിക്കും. ഏതെങ്കിലും പാട്ട് വേഗം പാട്. ചീറ്റപ്പുല്ല് മതി. പട് ഈറ്റപ്പുല്ല് പാടിക്ക്. പിടിച്ചിട്ട് പിടിക്കുക പഠിക്കുക. കേക്കണ്ടേ? മൈക്കിലെ പറഞ്ഞത് നോറ്റ് കിടക്കും. നന്നാ മുഴുവൻ പാടുന്നതിനായിട്ട് ആലോചിച്ച് വിടാന്നോ? അതട്ടെ, ഇനി അടുത്ത പരിപാടി തുടങ്ങാം. കേട്ടില്ലേ? പഠിച്ചിട്ട് പാടിക്കോട്ടാ. കഴിഞ്ഞിട്ട് വന്നിട്ട് പാടിക്കോട്ടാ.